എടാ ലേബർ റൂമിൽ ഇങ്ങനെ കളിക്കല്ലേ, ആരെങ്കിലും കണ്ടാൽ നാണക്കേടാ. നീ ഒരു സെലിബ്രിറ്റിക്ക് എന്താണ് കൊമ്പുണ്ടോ? നമുക്ക് പ്രിയപ്പെട്ടവർ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും കരഞ്ഞു കോലാഹലുണ്ടാക്കുന്നൊക്കെ വരും. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കരച്ചില. എടാ ഇതാ ഞാൻ പറഞ്ഞത്, ജനനത്തിനും മരണത്തിനും ഒപ്പം കരച്ചിലുണ്ടെന്ന്. എന്ന് പറയാൻ നിനക്ക് തരുമ്പോ പ്രസവിച്ച എക്സ്പീരിയൻസ് ഒട്ടോടി. എടി എന്നെ ഗംഗ അനുഭവിക്കുന്ന പ്രസവം എന്താണെന്ന് നിനക്കറിയോ? ഈ വേദനയൊക്കെ കുഞ്ഞിന്റെ മുഖം കാണുന്നോടെ മാറി. ഇവള് പറയുന്നത് കേട്ടോ, ഇവളൊരു ഡസനോളം പ്രസവിച്ചിട്ടുണ്ട്. ബോഡി കിടന്ന് പെണ്ണൊരു മഹാസംഭവം തന്നെ കേട്ടോ. പെണ്ണിന്റെ പ്രസവ വേദന വെച്ച് നോക്കുമ്പോ ആണെന്ന് പറയുന്ന മാക്രികളൊരു മണ്ണാങ്കട്ട അനുഭവിച്ചിട്ടില്ല. മരണവേദന എന്തെന്ന് മരിച്ചവർക്ക് അറിയൂ, പക്ഷെ ജനന വേദന അതൊരു പെണ്ണിനറിയാം. ആണിത് രണ്ടും അറിയില്ല. എടാ ജോയ്, സ്വാമിക്കുട്ടി നീയൊക്കെ ആണെന്ന് പറഞ്ഞ് നികർച്ച് നടക്കട്ടെ കേട്ടോടാ. ഗംഗ എത്രയും പെട്ടെന്ന് പ്രസവിച്ചില്ലെങ്കിൽ അമ്പാടി കൈവിട്ടു. നമ്മളൊക്കെ നമ്മുടെ അമ്മമാരെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ എന്റെ ഗംഗ അനുഭവിക്കുന്ന പ്രസവ വേദന കാണുമ്പോഴാണ് എന്നെ പ്രസവിച്ച എന്റെ അമ്മയോട് എനിക്ക് ആരാധന തോന്നുന്നത്. ദൈവമാണമ്മ. ഒരു കുഞ്ഞി ഭൂമി കാണാൻ എൻ്റെ ഗംഗ അനുഭവിക്കുന്ന ത്യാഗം കാണുമ്പോൾ നമ്മളൊക്കെ ദൈവ സൃഷ്ടികളാണെന്നൊക്കെ പറയുന്നത് വെറും വെറുതെയാണ്. ഇനി ദൈവം നേരിട്ട് അനുഗ്രഹിച്ചാൽ തന്നെ പേറ്റുനോവ് പെണ്ണ് തന്നെ അനുഭവിക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ പൊളിയാണ് കേട്ടോ. എടാ ഭാര്യയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കാനുള്ള തെറ്റുകളെ. എടാ നിനക്കൊക്കെ പേരെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു പോയതിന്റെ പേരിൽ പെണ്ണിന് കൊടുക്കുന്ന ശിക്ഷയാണ്. നീയൊക്കെ അച്ഛനാകുന്ന സന്തോഷത്തിൽ ഭാര്യയുടെ പേറ്റുനോവിന്റെ കീറുണങ്ങും മുമ്പ് കൂട്ടുകാർക്കൊപ്പം കള്ളും വാങ്ങി മൂക്കറ്റം കീറി ചെല്ലട ചെയ്യാറ്. നേരത്തെ ആരായിരുന്നു? അതല്ല വേണ്ടത്. എന്താ വേണ്ടതെന്ന് എൻ്റെ ഗംഗയുടെ പ്രസവം കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ രണ്ട് കൈകൾ കൊണ്ടും വാരിയെടുത്ത് നിലം തൊടാതെ കൊണ്ട് നടക്കും ഞാനവളെ. എൻ്റെ പെണ്ണനുഭവിച്ച പേറ്റുനോവുന്ന പുണ്യത്തിന് ഭർത്താവ് കൊടുക്കുന്ന സ്നേഹ സാന്ത്വനം. ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, സർവേറെ കൂടെ വന്നതാ. ആ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് ഗൗരിയുടെ ഭർത്താവ്, സർവേയർ സാംബശിവൻ. ഹലോ ഹലോ, ഈ പ്രസവത്തിന് എത്ര രൂപ ബഡ്ജറ്റ് വരും? സ്വാമിക്കുട്ടി കണക്ക് കൂട്ടുവാണ് കാണിച്ചിരുന്നുണ്ട്. ഗംഗയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ട്. പെട്ടെന്ന് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം. സിസ്റ്റർ, ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ പെട്ടെന്ന് ബ്ലഡ് സംഘടിപ്പിക്കുക. എന്റേത് ഓ നെഗറ്റീവാ. എങ്കിൽ വരും. നീണ്ട 25 വർഷത്തിലൂടെ 25 യുഗങ്ങളാണ് ഞാൻ താണ്ടിയത്. നിരാശപ്പെടല്ലേ. ഞാനില്ലെങ്കിലും എന്നെ പോലൊരു മോളില്ലേ കൂടെ. മോള്, നീ എനിക്ക് തന്നിട്ട് പോയ നമ്മുടെ മോള്.
എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ച എന്റെ ഗംഗ എന്നെ ശപിക്കും. അമ്പാടിച്ചേട്ടാ, വല്ലപ്പോഴും വരുന്നവർക്ക് എന്നെ ശാസിക്കാം, ഉപദേശിക്കാം. അഭിപ്രായം പറയുന്നവർക്ക് അറിയില്ലല്ലോ അനുഭവിക്കുന്നവന്റെ ധർമ്മസങ്കടം. എന്തൊക്കെ പറഞ്ഞാലും തമ്പുരു അമ്പാടിച്ചേട്ടന്റെ മോളല്ലേ? എന്റെ മകളാണ്. എന്റെ ചേതനയെ മരവിപ്പിച്ച് കളഞ്ഞ എന്റെ ചോരയാണ്. ഞാനതിനെ കെട്ടിയിടും, പൂട്ടിയിടും. വേണ്ടി വന്ന ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇതിനെ കൊന്നുകളയും ചെയ്യും. അമ്പാടിച്ചേട്ടാ, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ കുഞ്ഞിനെ ആരും നോക്കും ഗൗരി? ദേ കണ്ടോ, തമ്പുരുവിന്റെ നാവിൽ നിന്നും അച്ഛൻ അച്ഛൻ എന്നല്ലാതെ അമ്മ എന്നൊരു വാക്ക് വരുന്നില്ല. അച്ഛനാണ് അവളുടെ ലോകം. അച്ഛൻ അച്ഛൻ പക്ഷേ ഈ അച്ഛൻ സ്വപ്നം കണ്ട മകളല്ലിത്. നമ്മൾ കാണുന്ന സ്വപ്നം പോലെയാണോ നമ്മുടെ ജീവിതം? കണ്ട സ്വപ്നം പോലെ ജീവിക്കുന്നവർ എത്ര പേരുണ്ട് ഈ ഭൂമിയിൽ? എന്റെ സങ്കടങ്ങളെങ്കിലും സമാധാനത്തോടെ അനുഭവിക്കാനുള്ള സ്വസ്ഥതകളാവും ഞാൻ. തമ്പുരുവിനെ ഞാൻ നോക്കുമായിരുന്നു. പക്ഷേ സർവേർ അനുവദിക്കാത്തത് കൊണ്ടാ അദ്ദേഹം കാണാതെ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ തന്നെ വാങ്ങൂലേ? ദേ കണ്ടോ, എന്തിനും അച്ഛൻ തന്നെ വേണം. ഇങ്ങനൊരു മോളെ ഈ ഭൂമിയിൽ ഏതച്ഛനാ കിട്ടുക? ഇങ്ങനെ ഒരു മോളെ ഒരച്ഛനും കിട്ടാതിരിക്കട്ടെ. പാട്ട് പാടണോ? എങ്കിൽ പാടിക്കൂ. നരനായി നരകവാരിധി നടുവിൽ ഞാൻ അമ്പാടിച്ചേട്ടാ, തമ്പുരുവിന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എന്റെ ഗണ്യാച്ചി പോലെ ഇല്ലേ? ഹലോ അമ്പാടി, ആ ഞാൻ അറപ്പള്ളി ജെയിംസ് ആണ്. ഓ വീടിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുക്കാതെയാണ് വന്നത്. ഒരു 5 മിനിറ്റ് എനിക്ക് സമയം തരണം. നോ പറയരുത്. അത് പിന്നെ ശരി ശരി വന്നോളൂ വന്നോളൂ. ഗൗരി ഗൗരി തമ്പുരിനകത്തോണ്ടേക്കോ. എണ്ണത്തിലേക്ക് ആൾ വരുന്നുണ്ട്. സൂപ്പർ ഹിറ്റുള്ള പ്രൊഡ്യൂസർ ഒരു അറപ്പള്ളി ജെയിംസ്. അയാൾ തിരിച്ചു പോകുന്നവരെ തമ്പുരിനെ പുറത്തേക്ക് വിടുന്നത് കേട്ടോ. കൊണ്ടുവയ്ക്കോ. തമ്പുരുവിനെ പുറംലോകം കണ്ടാൽ എന്താ കുഴപ്പം? ഓ, ഞാൻ വലിയ മ്യൂസിഷ്യനാണെന്നുള്ള ഈഗോ. വലിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ തനിക്ക് ഇങ്ങനെ സുഖമില്ലാത്തൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞ് ലോകം അറിഞ്ഞാൽ തന്റെ ഇമേജ് ഇടിഞ്ഞു വീഴുമെന്നുള്ള സ്റ്റീഫ് കോംപ്ലക്സ്. എന്റെ കുഞ്ഞിനെ മറ്റുള്ളവരുടെ സഹതാപത്തിന്റെ മുന്നിൽ നിർത്താൻ എനിക്ക് താല്പര്യമില്ല. നമ്മളെ വർക്കിലായിരിക്കുമെന്നറിയാം. അതുകൊണ്ടാണല്ലോ പ്രശാന്ത സുന്ദരമായ ഇങ്ങനെയൊരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. ജെയിംസേ, നമുക്ക് അകത്തോട്ടിരിക്കാം. ബുദ്ധിമുട്ടിക്കുന്നില്ല. പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ഡയറക്ടർ സംസാരിച്ചു. അമ്പാടി വാക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തേടി പിടിച്ച് ഞാൻ തന്നെ വന്നത്. ഈ മ്യൂസിക് ബേസ് ചെയ്തുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് അമ്പാടി ശിവരാമനെ അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാനേ കഴിയില്ല. ജെയിംസേ, ഞാൻ ഒന്നും പറയണ്ട. അമ്പാടി തയ്യാറില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ വൈൻഡപ്പ് ചെയ്യും. ജെയിംസേ, ഞാൻ പുതിയ വർക്കിലിരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല കേട്ടോ. ഇതേ ഡയലോഗ് പറഞ്ഞാണ് അമ്പാടി പലതിൽ നിന്നും പിന്മാറിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേ നോക്ക്, ഒരു റിട്ടേണും പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു ഹിറ്റ് മേക്കറുടെ കരിയറിൽ ക്ലാസ് വർക്ക് കൂടി വേണ്ടേ? ഇത് നമ്മൾ വിചാരിച്ച പോലെ നടന്നാൽ അമ്പാടിക്ക് കിട്ടുന്നൊരു ഹൈപ്പ് ചെറുതല്ല. അതുകൊണ്ട് നോ പറയരുത്. അമ്പാടി ഇതിനൊപ്പം വേണം. ജെയിംസ്,
ഒന്നും പറയണ്ട, വാക്ക് തന്നാലേ ഞാൻ പോകും. സബ്ജക്ട് ഞാൻ കേട്ടതാ, ആ. പക്ഷെ കുറച്ച് സമയം എടുക്കേണ്ടി വരും. സമയം എത്ര വേണമെങ്കിലും എടുത്തോളൂ, എനിക്ക് വാക്ക് തരണം പ്ലീസ്. ഈ വർക്കിൽ അമ്പാടിയുടെ പ്രതിഫലം അമ്പാടിക്ക് തീരുമാനിക്കാം. അല്ലാതെ ഞാൻ പറഞ്ഞോളാം. ചോദിക്കാൻ പറഞ്ഞു. അമ്പാടിക്ക് ഒരു മകളുണ്ടായിരുന്നില്ലേ? എന്തു ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ വിവാഹം കഴിഞ്ഞോ? ഭാര്യയുടെ മരണശേഷം വേറെ വിവാഹമൊന്നും കഴിക്കാതെ അമ്പാടി മകൾക്കൊപ്പം ജീവിക്കുകയാണെന്ന് കേട്ടു. മകളാണ്. മകളാണ് പേര് തമ്പുരു. തമ്പുരു മോളെ, ഇന്ന് മുതൽ അങ്കിളിന്റെ പ്രോജക്റ്റിൽ ഇരിക്കാൻ അച്ഛനോട് പറയണം. ശരി, ഓക്കെ. അമ്പാടിച്ചേട്ടൻ എന്തൊരു മനസ്സാണ്. സ്വന്തം മകളെ അകത്ത് പൂട്ടിയിട്ടിട്ട് എന്നെ മകളാക്കി പരിചയപ്പെടുത്തിയ അമ്പാടിച്ചേട്ടന് ഒരച്ഛനാവാനുള്ള യോഗ്യതയില്ല. എന്റെ ഗംഗേച്ചി ഉണ്ടായിരുന്നെങ്കിൽ തമ്പുരാൻ ഈ ഗതി വരുമായിരുന്നു. ഇഷ്ടല്ല.